ഇപ്പോൾ നമുക്കൊരു വാർത്ത, ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാലുണ്ട്. അഭിലാൽ, പത്മകുമാറിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ BJP-യുടെ ഒരു സംഘം, ഒരു ഡെലിഗേഷൻ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്മകുമാറിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വ്യക്തമായിട്ടുണ്ടോ? അദ്ദേഹം ജില്ലാ കമ്മിറ്റി കഴിയും വരെ കാക്കും എന്നാണ് രാവിലെ പറഞ്ഞിരുന്നത്. രണ്ടുപേർ മാത്രമാണ് പത്മകുമാറിന്റെ വീട്ടിലെത്തി കണ്ടത്. BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് VO സൂരജ്, പാർട്ടിയുടെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഐരൂർ പ്രദീപ് എന്നീ രണ്ടുപേരാണ് എത്തിച്ചേർന്നത്. വൈകുന്നേരം 6:50-നെത്തിയ ഇരുവരും 15 മിനിറ്റ് സമയത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങുകയാണ് ഉണ്ടായത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതും അതോടൊപ്പം തന്നെ അവരെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയ പാർട്ടി തീരുമാനത്തെ വിമർശിച്ചതിൻ്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങളും കാരണങ്ങളും പത്മകുമാർ അവരോട് വിശദീകരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ എത്തിച്ചേർന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായം അവരെ അറിയിച്ചു എന്നുള്ളതാണ് അനൗദ്യോഗികമായി BJP നേതാക്കൾ പങ്കുവെക്കുന്ന വിവരം. അതേസമയം തന്നെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണത്തിന് നേരിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ 12-ാം തീയതി പാർട്ടിയുടെ എന്ത് തീരുമാനമാണ് പുറത്തു വരുന്നത് അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പരസ്യ പ്രതികരണമായതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അച്ചടക്ക നടപടി എടുക്കാതിരിക്കുക എന്നൊരു കാര്യമില്ല. കാരണം അച്ചടക്ക നടപടി അനിവാര്യമാണ്. കോംപ്രമൈസ് എന്നുള്ളത് സാധാരണ നിലയിൽ പാർട്ടി സംഘടനാ സംവിധാനത്തിൽ ഇല്ലാത്തതാണ്. അപ്പോൾ അദ്ദേഹത്തെ ബ്രാഞ്ച് സമിതിയിലേക്ക് തരം താഴ്ത്താനാണ് എല്ലാ സാധ്യതയും. എൻ്റെ ചോദ്യം, ആകാംക്ഷ, ഇദ്ദേഹം അങ്ങനെ ഒരു നടപടി സ്വാഭാവികമായും പ്രതീക്ഷിച്ചിട്ടാണ് ഇത് പറയുന്നത് തന്നെ. ആ നടപടി ഉണ്ടായാൽ അദ്ദേഹം എന്ത് ചെയ്യും എന്നുള്ളതാണ്. BJP-യുടെ ഈ ഓഫർ സ്വീകരിക്കും. അദ്ദേഹത്തിന് ഈ ശബരിമല സമരകാലത്ത് കടുത്ത അതൃപ്തികൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, BJP ഒരു കൂളായിട്ടുള്ള സമീപനമായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനോട് അക്കാലഘട്ടത്തിൽ സ്വീകരിച്ചത്. അതെ, ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത് എൻ്റെ വീട്ടിൽ നിന്നും ആരും ശബരിമലയിലേക്ക് പോവുകയില്ല എന്നുള്ളത്. തീർത്തും ഒരു വിശ്വാസിയായി ആദ്യം അദ്ദേഹം പ്രതികരിച്ചു. പക്ഷേ അത് പാർട്ടിയിൽ അവമതിപ്പ് ഇടയാക്കിയ സാഹചര്യത്തിൽ വിശ്വാസിയായിരുന്നിട്ട് കൂടി അവിശ്വാസി എന്നുള്ള നിലയിൽ പിന്നീട് അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നിരുന്നു. അതോടുകൂടി CPM നേതൃത്വത്തിൽ അദ്ദേഹം അനഭിയുക്തനായി തുടങ്ങി എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമായിരുന്നത്. സമീപകാലത്ത് അദ്ദേഹം ജില്ലാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്ന ആളാണ്. പക്ഷേ നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല. മറ്റൊരാളെ രാജു ഹാമിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ചുരുക്കത്തിൽ പാർട്ടിയിൽ അദ്ദേഹം അത്ര ആകാതായ സംഭവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിവിട്ട ആ പ്രധാനപ്പെട്ട പ്രതികരണമാണ്. അത് BJP അടക്കം സംഘപരിവാർ ശക്തികൾ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനടക്കം തന്നെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും 12-ാം തീയതി ഈ വിഷയം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി ഔദ്യോഗികമായി പറഞ്ഞത്. ഒരുപക്ഷെ സംസ്ഥാന നേതാക്കളിൽ ആരെങ്കിലും കൂടി പങ്കെടുക്കുന്ന ഒരു യോഗമായി കൂടി അത് മാറാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ദിവസത്തേക്ക് ഈ ചർച്ച മാറ്റിവെക്കും. ചുരുക്കത്തിൽ അദ്ദേഹം നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സംഭവിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും നടപടി എന്തായാലും ഉറപ്പാണ്. ആ നടപടിക്ക് ശേഷം എന്ത് എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കേണ്ട കാര്യവുമാണ്. പത്തനംതിട്ടയിൽ നിന്ന് BJP-ക്ക് ഒരാളെ കിട്ടുമോ എന്നുള്ളത് അറിയാം.